നമ്മൾ പത്തലും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. പത്തലിൻ്റെ ഉണ്ടയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടക്കറിയായി. ഇത് പരത്തിയിട്ട് ആക്കാം. മുട്ടക്കറി ഇവിടെയായി. പത്തലിനെ പരത്തിയിട്ട് എണ്ണ കൂടെ വെച്ചിട്ടുണ്ട്. പത്തല് പൊടി കൊണ്ടാണ് മുട്ടക്കറി ഇതാ. നമ്മളെ പത്തൽ ഇതാ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് പൊടി കൊണ്ടാക്കിയതുകൊണ്ട് നമ്മൾ അരച്ചിട്ട് തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. പെട്ടെന്നാണെങ്കിൽ നമ്മൾ മീൻ കറി നമ്മളെ പരന്ന മീനില്ല, മുള്ളിലെ മീൻ പേരൊന്നും എനിക്കറിയില്ല. ഇതാ ഇത് ചാറാക്കി പൊരിക്കാൻ വേറെയുണ്ട്. കുറച്ച് ചാറ് തന്നെ ചാറുമാക്കി കഞ്ഞിക്ക് കറിയാണ് മുട്ടക്കറി. പിന്നെ സാധാരണ ഉള്ളി ഒരു ഉരുളക്കിഴങ്ങും ഒരു ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ വറവാക്കിയാൽ ഉള്ളി അതിലിട്ട് കടുക് വറുത്തിട്ടാകുമ്പോൾ ഉള്ളി അതിലിട്ട് വഴറ്റിയിട്ട് ഉള്ളി ഉരുളക്കിഴങ്ങ് മസാലയെല്ലാം അതിലിട്ട് വഴറ്റിയിട്ട് അങ്ങനെ ആക്കിയതായിരുന്നു. തേങ്ങ കൂട്ടാണ്ട് കുരുമുളക് പൊടിയും നല്ല അരി കൊണ്ട് ഇങ്ങനെ പത്തലാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. റേഷനരി ഉണ്ടായാലും മതി, ഏതരി ആയാലും മതി. തിളച്ച വെള്ളത്തിലിട്ട് പൊതിർന്നിട്ട് തലേന്ന് ഇട്ട് വെച്ചാൽ പിന്നെ തേങ്ങ ജീരകം ഉള്ളി എല്ലാം ഇട്ട് അരക്കായിൽ അതിൽ തന്നെ പിന്നെ അരച്ച് അരച്ചിട്ട് പൊടിച്ചിട്ടെടുത്താലും മതി. എന്നാൽ ചെറിയൊരു തരുതരിപ്പുണ്ടായാൽ നല്ല രസമാണ്. അതുകൊണ്ട് നല്ല വത്തലാവും. ഇതിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഈ പൊടി കൊണ്ടാക്കുന്നത്. നമ്മൾ ഓർഡറെല്ലാം ഉണ്ടായാൽ ഒരുപാട് ഓർഡർ ഗ്രൈൻഡറിലിട്ട് അരച്ചിട്ട് ഒരുപാട് ഓർഡർ ഉണ്ടാവും. അങ്ങനെയെല്ലാം ആക്കിയതാണ്. ഇപ്പോൾ പിന്നെ ആക്കിയിട്ടുമില്ല അങ്ങനെ. ഇതിപ്പോൾ ഈ പൊടി വാങ്ങിയിട്ട് അതുകൊണ്ട് എനിക്ക് അത്ര ഇതാവുന്നില്ല. അങ്ങനെ അരച്ചിട്ട് തന്നെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കുന്നുണ്ടല്ലോ, പത്തലും ചിക്കനെല്ലാം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.